അത് കറക്റ്റാണ്, അത് ചെയ്യണം. കാരണം ഇത് എത്രയോ ദിവസമായിട്ട് കോൺഗ്രസ് നടപടി എടുക്കുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി ക്യാമ്പയിൻ ചെയ്യുന്നു, പുറത്ത് അസംബ്ലിയിൽ കയറുന്നു. ഇത് അന്ന് ഞങ്ങൾ ഒരു മാസമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇത് സുമോട്ടോ ആയിട്ട് ഗവൺമെൻറ് ഒരു കോഗ്നിസൻസ് എടുത്തിട്ട് അതിനെ അറസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ കോൺഗ്രസും CPM തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ മറ്റൊരു INTUC ചന്ദ്രശേഖരനെ കുറിച്ചും നമുക്കറിയാലോ. ഇത് ഒരു അഴിമതിൻ്റെ കേസാണ്, പക്ഷേ CPM ഒന്നും ചെയ്യുന്നില്ല. അവരൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഈ രാഷ്ട്രീയ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ മാധ്യമത്തിൻ്റെ സുഹൃത്തിൻ്റെ പ്രഷറും ഞങ്ങളുടെ പ്രഷർ കാരണം ഇന്ന് അറസ്റ്റ് ചെയ്തെന്ന് നിങ്ങളാണ് എന്നോട് പറയുന്നത്. ഞാനിത് വണ്ടിയിലായിരുന്നു. അപ്പോൾ കേസെടുത്തു, അത് അന്വേഷിക്കണം, അത് അവർ അറസ്റ്റ് ചെയ്യണം. ഇതൊരു കോഗ്നിസിബിൾ ഒഫൻസാണ്, അത് അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. മുൻ DGP ശ്രീലേഖ NDA സ്ഥാനാർത്ഥി കൂടിയാണ്. അവർ വ്യത്യസ്തമായ പ്രതികരണം നടത്തിയത്. പരാതി എന്തുകൊണ്ട് ഇത്ര വൈകി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇരയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം അവരുടെ അല്ല, അത് ക്ലാരിഫൈ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ, വിക്ടിമിൻ്റെ ഒപ്പമാണ്, ഞാനൊരു അമ്മയാണ്, സ്ത്രീയാണ്, പോലീസ് ഒരു സീനിയർ പോലീസ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, പക്ഷേ ക്ലാരിഫൈ ചെയ്തല്ലോ, വിക്ടിമിൻ്റെ എതിരെയൊന്നുമല്ല. അത് അങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് പരാതി വന്നതിൽ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ? അത് നിങ്ങളുടെ അഭിപ്രായം. ഇതിൽ ഞാൻ ഡീറ്റെയിലിൽ പോയിട്ടില്ല. പക്ഷേ CPM കോൺഗ്രസ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച്. എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ലല്ലോ. ഓക്കെ, നമസ്കാരം.